ദേശീയപാതയിൽ വൈറ്റ്ലയ്ക്കും ഇടപ്പള്ളിയിലും ഇടയിൽ ചക്കരപ്പറമ്പ് സിഗ്നലിന്റെ ഭാഗത്താണ് ഒരു ബസ് അപകടമുണ്ടായിരിക്കുന്നത്. ഈ വണ്ണസ് ട്രാവൽസ്, നാഗാലാൻഡ് രജിസ്ട്രേഷനിലുള്ള വണ്ണസ് ട്രാവൽസിന്റെ ഈ ബസ്സാണ് മുൻപിൽ പോവുകയായിരുന്ന ഒരു ലോറിയുടെ പിറകിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായത്. ഇന്നലെ രാത്രിയും ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട ബസ്സായിരുന്നു, തിരുവല്ലയിലേക്ക് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഇന്ന് രാവിലെ ഈ ഭാഗത്തേക്ക് എത്തിയപ്പോൾ മുന്നിൽ പോവുകയായിരുന്ന ലോറിയുടെ പിറകിലേക്ക് ഇടിച്ചു കയറിയത്. നിറയെ യാത്രക്കാരടക്കം ഈ ബസ്സിലുണ്ടായിരുന്നു. ആർക്കും പരിക്കുകളില്ല എന്നത് വലിയ ആശ്വാസമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 1.5 മണിക്കൂറോളമായി ഈ ബസ് ഇവിടുന്ന് മാറ്റാൻ കഴിയാതെ ഇവിടെ തന്നെ തുടർന്നു എന്നുള്ളതാണ്. അതിനാൽ തന്നെ വലിയ ഗതാഗത കുരുക്ക് ഈ പാതയിൽ ഉണ്ടായിരുന്നു. രാവിലെ സമയത്ത് പലരും ജോലിക്കും മറ്റും പോകുന്ന സമയമാണ്. നിരവധി വാഹനങ്ങൾ ഈ റോഡിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബസ് 1.5 മണിക്കൂറോളമായി നടു റോഡിൽ, ഈ നടുവിലെ ഈ ലൈനിൽ തന്നെ കിടന്നതിനാൽ വലിയ ഗതാഗത കുരുക്കാണ് ഈ ഭാഗത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. 1.5 മണിക്കൂറിന് ശേഷമാണ് ഈ റിക്കവറി വാൻ എത്തിച്ചുകൊണ്ട് ഈ ബസ് ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബസ് പൂർണ്ണമായും തകർന്നിട്ടില്ല. മുൻവശം മാത്രമാണ് ഇതിന്റെ തകർന്നിരിക്കുന്നത്. മുന്നിലെ ബമ്പർ മാത്രമാണ് പോയിരിക്കുന്നത്. പക്ഷേ ഈ വാഹനം അനക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. അതുകൊണ്ടാണ് ഇതിവിടെ തന്നെ 1.5 മണിക്കൂറോളം ഇവിടെ തുടർന്ന് ഇപ്പോഴാ ഈ റിക്കവറി വാൻ എത്തിക്കൊണ്ട് ഇത് മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട ബസ്സാണ്. ഇന്ന് രാവിലെയോടെയാണ് വൈറ്റിലേക്ക് തൊട്ട് മുന്നേ എത്തിക്കൊണ്ട് ഒരു ലോറിയുടെ പുറകിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായത്. യാത്രക്കാരൊക്കെ ബസ്സിലുണ്ടായിരുന്നു. പക്ഷേ ആർക്കും പരിക്കില്ല എന്നത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോഴെന്തായാലും ഈ വാഹനം ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.